ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നേക്ക് ഞാൻ ചെയ്ത് കാണിക്കണത് നമ്മളെ ഈ വാഴയ്ക്ക പറയുമ്പോൾ, വാഴയ്ക്കല്ല, മലയാളത്തിൽ എന്താ പറയുക വെച്ചെങ്കിൽ പൊണ്ണങ്കായ എന്ന് പറയും. നിങ്ങളെ ഭാഗത്തേക്ക് വേറെ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ഭാഗത്തേക്ക് പൊണ്ണങ്കായ എന്നാണ് പറയുക. നല്ല വണ്ണത്തിലുള്ള ഒരു കായ ഉണ്ടല്ലോ, നേന്ത്രക്കായ അല്ല അത് ഞാൻ നല്ല റൗണ്ടാക്കി കുറച്ച് തോല് കളഞ്ഞിട്ട് നല്ല റൗണ്ടാക്കി സ്ലൈസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ലൈസല്ല, കുറച്ച് വണ്ണത്തിൽ. ഇതിപ്പോൾ എന്താ ഇതൊന്ന് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇതുകൊണ്ടുള്ള ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി മീനിൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ടാവില്ല, അതേമാതിരി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം. ഇപ്പോൾ അതിന് മുന്നേ ഇത് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം. ഇപ്പം ഞാൻ അതിന് വേണ്ടി മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. അത് ഞാനൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനൊരു മുളക് പൊടി ഞാനൊരു ഇതിൽ കുറച്ച് നിറയെ ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ളത് എടുക്കുന്നത്. ഞാനൊരു 2-3 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, അവിടെ കുറച്ച് എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് നമ്മൾക്കൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടിയാൽ കുറച്ച് നന്നായിട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ്. ഞാൻ ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ട്, അത് കുറച്ച് ചേർക്കുകയാണ്. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് മസാലയ്ക്ക് വേണ്ട ആവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മസാല ഇതൊന്ന് നന്നായിട്ട് റെഡിയാക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കണം. മസാല നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇത് മസാല റെഡിയാക്കിയിട്ട് ഇതിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തിലേക്ക് എല്ലാ കായൊക്കെ ഇടുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം അതിൽ നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എല്ലാം നിങ്ങൾക്ക് അർജൻറ്റായിട്ട് പെട്ടെന്ന് വറക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യണില്ല, ഞാൻ വറക്കാൻ പോവുകയാണ്, ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ചട്ടി ഒന്ന് എടുത്ത് ചൂടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായിട്ടില്ല, നല്ല ചൂടാവട്ടെ. മീൻ വറക്കണ മാതിരി തന്നെ കേട്ടോ, നമ്മൾ സാധാ മീനെല്ലാം വറക്കണ മാതിരി തന്നെയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മീൻ വറക്കണ മാതിരി വറുത്ത് നമ്മൾ എടുക്കണ റെസിപ്പിയാണ്. പക്ഷെ നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ തൈര് കൂട്ടി ചോറ് അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ രസം, അതായത് നമുക്ക് നോൺ വെജ് പറ്റില്ല, അന്നിപ്പോൾ നോൺ വെജ് വേണ്ടാന്ന് വിചാരിക്കുന്ന ദിവസമാണെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഇത് നമ്മൾ കായയിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ചേനയിലും ചെയ്യാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ്. ചേന, അതുപോലെ കയ്പ്പയ്ക്ക ഇതേമാതിരി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ ചിലപ്പോൾ കയ്പ്പയ്ക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കഴിക്കും. ഒരു കൂട്ടാനൊക്കെ വെച്ചാൽ കയ്പ്പയ്ക്ക കൂട്ടാനൊക്കെ വെച്ചാൽ കഴിക്കാൻ കുറച്ച് മടിയല്ലേ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് കമ്മിയാക്കിയിട്ട് പിന്നെ അത് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. കായ കടന്ന് നന്നായിട്ടൊന്ന് തീ കുറച്ച് കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. കായയുടെ ഉള്ളൊക്കെ ഒന്ന് വേവണ്ടേ, അതിന് വേണ്ടി തീയൊക്കെ നന്നായിട്ട് ഒന്ന് കമ്മിയാക്കി വെച്ചിട്ട് നന്നായി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാതെ നല്ല കുറച്ച് സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് തീ കമ്മിയാക്കി കുറച്ച് നേരം വേവിച്ചിട്ട് നമ്മൾ തിരിച്ചെടുത്ത് മറിച്ചെടുക്കാം. അപ്പോൾ നല്ല മീൻ ചിലവർ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്താൽ ഇഷ്ടമാവും, ചിലവർക്ക് കുറച്ച് ഒരുപാട് ഡീപ്പാക്കി ചെയ്താൽ ഇഷ്ടമാവില്ല. അപ്പോൾ അതിനനുസരിച്ച് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പക്ഷേ കുറച്ച് തീ കമ്മിയാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ ആ കായയുടെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും നമുക്ക്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ കണ്ടത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ടല്ലോ അതും.
അപ്പം ഇനി ആ അപ്പുറം ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ, അതുവരെയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അല്ലേ ഇപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിഷ്, കായ ഫ്രൈ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു.